ഓക്കെ, എല്ലാവർക്കും ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സൗണ്ട് കേൾക്കാമോ? ആരെങ്കിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താലും മതി. ഓക്കെ, ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യട്ടെ. എന്തായാലും നമുക്ക് ഇപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്കും ടൈമുണ്ട്, ഞങ്ങൾക്കും ടൈം കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ജയിച്ച എക്സാമിന് വേണ്ടി ഇപ്പോൾ ഒരു പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. കാരണം എക്സാമിൻ്റെ ഇപ്പം ഡേറ്റ് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പഠിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം കറക്റ്റായിട്ട് ഈ വലിച്ചു നീട്ടി പറയാനൊന്നുമില്ല. കാരണം ഒരു 15 മിനിറ്റ് ഒരു സെക്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇപ്പം കണ്ടിരിക്കുന്നത് വെച്ചാൽ ടീം കമ്പാനിയൻ എന്ന് പറഞ്ഞൊരു ഇതായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ആദ്യമേ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് കൂടിപ്പോയി ഒരു 10 ഓർ 20 അല്ലെങ്കിൽ ഒരു 50 പേരെങ്കിലും കാണും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രൂപ്പ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 900 കൂടുതൽ മെമ്പേഴ്സാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ എക്സാമിന് എന്തുമാത്രം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത്. കാരണം ഒരു ജില്ലയിൽ തന്നെ ഇപ്പം എന്തുമാത്രം ആൾക്കാർ എക്സാം എഴുതുന്നുള്ളത് ഒരു പിടുത്തവുമില്ല. കാരണം ഇപ്പം ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർ വേറെ ജില്ലയിൽ കൊണ്ടുവയ്ക്കുന്നു, അവിടെയുള്ളവർ ഇങ്ങോട്ട് വയ്ക്കുന്നു. ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ലെവലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ജയിച്ചയുടെ ഓൾമോസ്റ്റ് എല്ലാവരും ലൈവ് സെക്ഷൻ ക്ലാസ് ചെയ്തു. അപ്പം ഞങ്ങൾ ഒരു ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം ഞങ്ങളിപ്പം ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒരു MCQ ഒരു ക്വസ്റ്റ്യൻ ലെവൽ സ്റ്റാർട്ട് ചെയ്ത് പോകുക എന്നാണ്. കാരണം ഇപ്പോൾ ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾ കേൾക്കുമ്പം ഇപ്പം എല്ലായിടത്തും ഓരോ ക്ലാസ് ആയാലും 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് ആണ് വരുന്നത്. അപ്പം അത് ചിലവർ കേൾക്കുന്നുണ്ടാവാം, ചിലവർ കേൾക്കാത്ത ആൾക്കാരുണ്ടാവാം. അപ്പം ഒരു ദിവസം അത് മിസ് ചെയ്ത് പോയാൽ തന്നെ നമുക്കത് പിന്നെ അത് റിട്ടേൺ ചെയ്തെടുക്കുമ്പം ബാക്കി ക്ലാസ്സുകളെല്ലാം മിസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ലെവലായി പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെയിൻ ആയിട്ട് എക്സാമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തന്നെ ഒരു 10,000 ക്വസ്റ്റ്യൻസ് എന്നെ കവർ ചെയ്യുന്നവർക്ക് ആ 100 ക്വസ്റ്റ്യൻസ് ഇന്ന് കിട്ടും. അത് ഉറപ്പാണ്. കാരണം പല കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നല്ല ഡീപ്പായിട്ട് ഓരോ നോട്ട്സ് പഠിച്ചിട്ട് പോകുന്നു. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് തന്നെ സംശയം വരുന്നു, അതാണോ സംശയമാണ്. കാരണം ഇപ്പം ഉള്ള എല്ലാ എക്സാംസിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ചോയ്സ് ഭയങ്കര ഒരു സംശയം വരും, കൺഫ്യൂഷൻ വരും. A ആണോ B ആണോ അതോ C ആണോ D ആണോ? ചിലപ്പോൾ A അറിയായിരിക്കും, എന്നാലും നമുക്ക് സംശയം വരും B ആണോ. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് മനസ്സിലാവും. അപ്പം ഞങ്ങൾ ആ ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അതിൽ നിന്നൊരു ഓറിയന്റേഷൻ സെക്ഷൻ എടുക്കാന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു 900 കൂടുതൽ മെമ്പേഴ്സ് അതിൽ ജോയിൻ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ കാര്യം ചോദിച്ചുകൊണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ തന്നെ ഒരു ഓറിയന്റേഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കാന്ന് വെച്ചത്. ഇപ്പം കെ പാർക്ക് റെഫർ ചെയ്താണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ എന്തായാലും അതിനകത്ത് ഇട്ടിട്ടുള്ളത്. കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം ആ ഒരു ഇട്ട ക്വസ്റ്റ്യൻസ് കെ പാർക്ക് ഉള്ളവർ ഇപ്പൊ 27th എഡിഷൻ അതുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ ഒരു കമ്പാരിസൺ ആ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ്സും നോക്കിയാണ് അതിൽ നിങ്ങൾക്ക് നമ്മൾ ഇട്ട് തരുന്നത്. പിന്നെ അത് കൂടാതെ അനാട്ടമിയും ഫിസിയോളജിക്ക് JHയുടെ പ്രത്യേക ടെസ്റ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ അനാട്ടമിക്ക് വേണ്ടി ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയുടെ JPയുടെ ടെസ്റ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ 27th എഡിഷനിലായാലും പണ്ട് തൊട്ടുള്ള നമ്മളെ കെ പാർക്ക് ടെസ്റ്റിൽ ഒരു പോയിന്റ് ഉണ്ട്. ICN ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ INCയുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ കൺഫർമേറ്ററി GNM സിലബസ് ആണെന്ന്. അപ്പോൾ അത് തന്നെ നമ്മൾ ആലോചിക്കുക. കാരണം കഴിഞ്ഞ 2-3 വർഷത്തെ എക്സാമിന് നമ്മളെ JHA ലെവലല്ല ചോദിക്കുന്നത്. കാരണം ഒരു BSc നഴ്സിംഗ് ലെവൽ MSc നഴ്സിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കെ പാർക്ക് മാത്രം പഠിച്ചെന്ന് പറഞ്ഞ് വരണമെന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഡീപ്പായിട്ട് നമ്മൾ നോക്കി പോയാലേ പറ്റുള്ളൂ. ഇപ്പം 2-3 ദിവസം കൊണ്ട് ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഒന്ന് പരിചയമാവാൻ വേണ്ടിയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം ഇട്ടത്. ഇപ്പം ഒരു ചിക്കൻ ബോക്സിന്റെ ഒരു ഇത് ചോദിച്ചാൽ തന്നെ ഇപ്പൊ വാരിസെല്ലയുടെ ഇത് തന്നെ ചോദിച്ചു കഴിഞ്ഞ് സെൻട്രിഫ്യൂജൽ ലെവൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ചിക്കൻ ബോക്സ്. ഇപ്പൊ അതിന്റെ തന്നെ ഒരു മറിച്ചും തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരുന്ന പല ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ഇട്ട 2-3 ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പേര് തെറ്റുത്തരം കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുമ്പം ഒരാള് അതിൽ കൊടുത്ത് ഒരു 10 പേര് അതാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളെ മനസ്സിൽ തോന്നും അതായിരിക്കും ശരി ഉത്തരം. പക്ഷെ അതാരും മാറ്റി ചിന്തിക്കാനോ ഒന്നും സെർച്ച് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. അപ്പം കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പം പറയാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക്
തരുന്നതാണ്. അത് ഒരു സബ്ജക്റ്റ് ബേസ്. ഇപ്പം ഇന്ന് നമ്മൾ തരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ ഒരു ഡിസീസ് കണ്ടീഷൻ മീസൽസ് ആണെങ്കിൽ മീസൽസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്, അത് ഇന്നത്തെ ദിവസം. നാളത്തെ ദിവസം നമ്മൾ വരുന്നത് ഫസ്റ്റ് എയ്ഡ് ആണെങ്കിൽ ഫസ്റ്റ് എയ്ഡിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ്. അത് വീക്ക്ലി മൺഡേ ടു സാറ്റർഡേ വരെ ആ ക്വസ്റ്റ്യൻസ് വരുന്നു. സൺഡേ അതിന്റെ ഒരു ഗൂഗിൾ അസസ്മെന്റ് ടെസ്റ്റ് ഒരു വീക്ക്ലി ടെസ്റ്റ് ആയിട്ട് വെക്കുന്നു. ആ ഇത്രയും ദിവസം തന്നെ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ആയിട്ട് വെക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നെയും അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അടുത്ത നെക്സ്റ്റ് വീക്ക് വരുമ്പം അതേപോലെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്. പിന്നെ സ്പെഷ്യൽ ക്ലാസ്, ഇപ്പൊ ക്ലാസ് എല്ലാത്തിനും ലൈവ് സെക്ഷൻസ് ക്ലാസ് വരുന്നു എന്നൊന്നും പറയുന്നില്ല. സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ഇമ്മ്യൂണൈസേഷന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമാണെങ്കിൽ അതിന്റെ ക്ലാസ് തരും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഞങ്ങളൊരു ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഒരു ക്ലാസ് വെച്ചിരിക്കുന്നത്. കാരണം ഒരു 500 രൂപ എന്നുള്ള ഇതിലാണ് നമ്മൾ ആ ഒരു MCQ ക്വസ്റ്റ്യൻസ് തരുന്നത്. കാരണം ബാക്കിയുള്ള JHയുടെ ആയാലും വേറെ ഏത് PSC സെന്ററിൽ കയറിയാലും അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 13,000, 12,000, 10,000, 9,000 ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾ അത്രയും ലെവലൊന്നും പോവാതെ ഒരു 500 വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇത്. ഇപ്പൊ ഞങ്ങൾ മൊബൈലിലുള്ള ക്വസ്റ്റ്യൻസ് ആയ പോലും അത് പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. കൂടാതെ ഞങ്ങൾ ഈ ഇപ്പം ഹെൽത്ത് സർവീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന മാഡംസ് ആയാലും JHA കോളേജിൽ പഠിപ്പിക്കുന്ന മാഡംസ് ആയാലും അവരിൽ നിന്ന് ക്വസ്റ്റ്യൻ കവർ ചെയ്താണ് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ആ കെ പാർക്കിൽ നിന്ന് പ്രത്യേകം അവർ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നത്. ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവർ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ഞങ്ങൾ ആ ഒരു 500 വെച്ചത്. കാരണം ഇപ്പം ഏതൊരു ആളിൻ്റെ എടുത്താലും ഒരു 500 എടുക്കാൻ അത് ഇതായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് നമ്മൾ വെച്ചത്. അതിൽ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ വിചാരിക്കും അത് വെറുതെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയും. കാരണം ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്. അപ്പം ഞാൻ ഇപ്പം വർക്ക് ചെയ്യാണ്, സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്ലാസ്സിന് PSC ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ തന്നെ ആ ക്ലാസ്സിന് പറഞ്ഞിട്ടുള്ള 10,000, 9,000 ഒക്കെയാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊന്ന് കുറച്ച് തരാം. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റേറ്റിൽ ഈ ഒരു ഇത് വെച്ചത്. കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, അവർ ജോയിൻ ചെയ്യാം ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സിലബസ് ബേസ് വരുന്നെങ്കിൽ സിലബസ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. കാരണം മുൻകാലം എക്സാം എഴുതിയവരെല്ലാവരും അറിയായിരിക്കും. അനാട്ടമി, ഫിസിയോളജി, ന്യൂട്രീഷൻ, ഫസ്റ്റ് എയ്ഡ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, എൻവയോൺമെന്റൽ സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത്, അതിന്റെ എല്ലാം ഞങ്ങൾ ഓരോ സബ്ജക്ട് ബേസ് കെ പാർക്കിന്റെ ഓരോ പേജസിൽ വരുന്ന ഓരോ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം കവർ ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു നിങ്ങൾ നോട്ട്സ് പഠിക്കുമ്പം ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ വേറെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരെ ആയാലും ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ട അല്ലെ ചെയ്യണം അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ ജോയിൻ ചെയ്യാം. നിങ്ങൾ വേറെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരോ ആ ക്ലാസ് നിങ്ങൾക്ക് നോട്ട്സ് കേൾക്കാം, ഇതിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ആ ഒരു ഇത്ര ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇപ്രാവശ്യത്തെ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ കാണുമെന്നാണ് കാരണം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ചെന്ന് പറയുമ്പോൾ. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. അത് PSC തന്നെ പുറത്ത് വിടുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം, എറണാകുളം ഒക്കെ നല്ല കോമ്പറ്റീഷൻ എന്നാണ് കിട്ടിയത്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിന്റെ കെ പാർക്ക് മാത്രമല്ല, നമ്മൾ ഈ NR പബ്ലിക്കേഷൻസിന്റെ NR ബ്രദേഴ്സിന്റെ നേഴ്സിംഗ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പിന്നെ ഗ്രൂപ്പിൽ ഇപ്പം ഞങ്ങൾ അടുത്തൊരു സെക്ഷൻ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലിപ്പോൾ 10 പേരായാലും 20 പേരായാലും 50 പേരായാലും 100 ആയാലും അതിനപ്പുറം പോയാലും നമ്മൾ ആ ഓരോരുത്തർക്ക് എത്തിക്കേണ്ടത് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് തന്നു എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ പഠിക്കണമെന്നോ അങ്ങനെ ഇതൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതായിരിക്കും ആ എക്സാമിന്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ നോക്കിയാൽ 50 ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് റിവേഴ്സ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മളെ ബ്രെയിനിൽ കയറുന്നു. നമ്മൾ നോട്ട്സ് നോക്കുന്നതിനെക്കാളും ക്വസ്റ്റ്യൻസിനായിരിക്കും നമ്മൾ കൂടുതൽ ഇത്. പിന്നെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് തരും നിങ്ങൾക്ക്. കാരണം നിങ്ങളപ്പം കണ്ടുപിടിക്കേണ്ട ഒരു ഇത് കിട്ടും. ഇപ്പൊ സൈക്കാട്രി ലെവലായാലും ഇപ്പം ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കാണുമ്പോൾ ആ ആൻസർ ഇന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്ന് ചിന്തിക്കുന്നു. ഇപ്പം എക്സാമ്പിൾ സൈക്കാട്രിയിലായാലും ഡോപ്പമിൻ എടുത്തു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഡോപ്പമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ എന്താണ് സ്കിസോഫീനിയ. ഡിക്രീസ് ഇൻ ലെവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് പാർക്കിൻസോൺസ്. അപ്പം അടുത്ത് ഡോപ്പമിന്റെ മറ്റൊരു പേരെന്ന് ചോദിക്കാൻ അങ്ങനെ അതേപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത് തന്നെ അങ്ങോട്ട് തിരിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പൊ ആ ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം, മൈക്ക് ഓൺ ആക്കി സംസാരിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ അതിനകത്ത് മെസ്സേജ് ഇടാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.
ആരും ഒന്നും ചോദിക്കുന്നില്ല, അപ്പൊ ആർക്കും സംശയം ഡൗട്ട്സ് ഒന്നും ഇല്ലെന്നാണോ? കാരണം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെയും ഇതിന്റെയൊക്കെ ആയിട്ട്. അപ്പം ആരെങ്കിലും മൈക്ക് ഓണാക്കി സംസാരിച്ചോ? അതോ മൈക്ക് ഓണാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അത് പറയുക. എന്നാൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. ക്വസ്റ്റ്യൻ മാത്രമാണോ അതോ ക്ലാസ് ഉണ്ടാവോ? നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യിക്കുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ദിവസം ഡെയിലി ക്ലാസ്സസോ അങ്ങനെ മന്ത്ലി വീക്ക്ലി ക്ലാസ്സസോ ഒന്നും പറയുന്നില്ല. ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, ഇപ്പൊ ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ തന്നെ ഓരോ ഡിസീസ് കണ്ടീഷന്റെ ഒരു ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, അതൊക്കെ ഞങ്ങൾ നിങ്ങൾ ക്ലാസ് ആയിട്ട് തരുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാർ നിങ്ങൾ ക്ലാസ് ആയിട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾ ക്ലാസ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കോഴ്സ് ഡ്യൂറേഷൻ ഇപ്പൊ ഈ ഒരു 500 നമ്മൾ വാങ്ങിക്കുന്നത് എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം ഇപ്പൊ 10ൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറി ചോദിക്കുക 9 ക്വസ്റ്റ്യൻ അല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ അല്ലേ കിട്ടുള്ളൂ. അത് ഞങ്ങൾ തരുന്ന വാക്കാണ്. കറക്റ്റ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടിയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് അതോ നിങ്ങൾക്ക് ഇനി നമ്മൾ ഇനി വേറെ എവിടെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് KPARK ടെസ്റ്റും വേറെ ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആ ടെസ്റ്റ് എന്തുമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എത്രമാത്രം അത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 5 ഇയർ ബാക്ക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസിന്റെ ക്വസ്റ്റ്യൻസും ഇതിന്റെ കൂടെ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വേറെ ആർക്കും ഒന്നും പറയാനില്ല. അടുത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇപ്പോഴേ ആദ്യമേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ട്സുകൾ ഒരുപാട് വരും. അപ്പം ഓരോ ടോപ്പിക്കിലെ ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ്, കാരണം ടോപ്പിക്കിൽ ഇപ്പം കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്, അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ട് അതിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പം 4 ഓപ്ഷൻ ഉണ്ട്, ABCD. അപ്പൊ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് A ആണോ B ആണോ അതോ C ആണോ D ആണോ, അത് Aയും Bയും കറക്റ്റ് ആണോ? അപ്പൊ അങ്ങനത്തെ അപ്പൊ നമ്മൾ ഇത്രയും ഈ സിമ്പിൾ ആൻസർ ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ട്. ഒരു ടോപ്പിക്കിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഞങ്ങൾ ഈ ഒരു കമ്പാനിയൻ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ടുള്ളത് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു കമ്പാനിയൻ ആവാനാണ്. കാരണം നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാലും ഞങ്ങൾക്ക്, അതോ ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും നമ്മൾ വേറെ എവിടെ നിന്ന് അന്വേഷിച്ചിട്ടായാലും അതിനുള്ള ആൻസർ തരും. 500 രൂപയ്ക്ക്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ഒരു കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് ഇത്രയും ആ ഒരു എക്സാമിന്റെ തലേ ദിവസം വരെ, ആ രാത്രി നിങ്ങൾ മോർണിംഗ് എക്സാം പോകുന്നതിന് ഒരു 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കും. അത് ഞങ്ങളുടെ ഉറപ്പ്. ഡെയിലി ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇപ്പം എല്ലാവർക്കും ഓരോരോ ടൈം, കാരണം ഇപ്പൊ ഇതിൽ വർക്കിംഗ് കാണും, വർക്ക് ചെയ്യാത്തവർ കാണും, അങ്ങനെ ഒരുപാട് പേര് കാണുമായിരിക്കും. അപ്പം നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഇപ്പം മോർണിംഗ് വർക്ക് ചെയ്യുന്ന ഇപ്പൊ നൈറ്റ് ഒരു 8 PM അത്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നേരത്തെ ആണെങ്കിൽ അത് അതിന് തലേ ദിവസമേ ആ ഗ്രൂപ്പിനകത്ത് പറയും എത്ര ടൈമിലാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിന് ഒരു 1 അവർ കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ തരും. കാരണം നിങ്ങൾ അത്രയും ഒന്ന് ഇതാവാൻ വേണ്ടി 1 അവർ കഴിഞ്ഞിട്ട് ആൻസർ തരും. എക്സാം എങ്ങനെ നടത്തുന്ന വാട്സപ്പ് വഴിയാണ് ഇപ്പൊ നമ്മൾ ഇതിലുള്ളത്. നിങ്ങൾ ഇപ്പം കാരണം ടെലഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടെലഗ്രാമിൽ ഗ്രൂപ്പ് തുടങ്ങാത്ത എന്താണെന്നുള്ളത്. ഇപ്പൊ ടെലഗ്രാമിൽ ഗ്രൂപ്പ് തുടങ്ങി എല്ലാവർക്കും ടെലഗ്രാം ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പം വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം ഉള്ള പോലെ ടെലഗ്രാമും കാണാം. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടോ ഇല്ലെന്നുള്ള ഞങ്ങൾക്കറിയില്ല. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഇത് നോക്കിയിട്ട് ടെലഗ്രാം ആണോ വാട്സപ്പ് ആണോ യൂസ് നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. കാരണം ടെലഗ്രാം ആണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് വരുന്നതും അതിനുള്ള വോയിസ് വരുന്നതൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളൊരിക്കൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു. വാട്സപ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന PDF കാര്യങ്ങളും ഓരോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതിന്റെ നോട്ട്സ് ഒക്കെ തരാൻ സിമ്പിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ടോപ്പിക്ക് മുന്നേ തന്നെ ഗ്രൂപ്പ് ചെയ്യും. ടോപ്പിക്ക് തലേ ദിവസം പറയും, അടുത്ത ദിവസം ഏത് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് പറയും. നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നവർ ഏതൊരു എക്സാമിനായാലും നമ്മൾ നോട്ട്സ് പഠിക്കുന്നതിനെക്കാളും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള യൂസ്ഫുൾ ഉള്ളത്. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളെ മൈൻഡിൽ കാണും അതായിരിക്കും ആൻസർ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ നോട്ട്സ് പഠിച്ചിട്ട് പോകുന്ന ആളിനെ ഇപ്പൊ ഒരു ഹെൽത്ത് ഈസ് എ സ്റ്റാറ്റ് ഓഫ് അതിന്റെ ഒരു ഡെഫിനിഷൻ വരുമ്പം തന്നെ അതിനകത്ത് ഒരു 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വരും അത് A ആണോ B ആണോ അത് C ആണോ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ എന്നുള്ളത്.
അല്ല, ഇപ്പം ഞങ്ങള് ഫസ്റ്റ് ഇപ്പം ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള പോൾ ടെസ്റ്റ് എന്ന് പറയുമ്പം അത് നിങ്ങളുമായിട്ട്, കാരണം എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളൊരു പോൾ ഇതായിട്ട് തുടങ്ങിയത്. അപ്പം ഇനി തുടങ്ങാൻ പോകുന്ന ഇതിൽ ആദ്യം ഫസ്റ്റ് പോൾ ഇതായിട്ട് പോകും, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം തരുന്നത്. ആ ഒരു ലെവലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും. പിന്നെ ഈ ഗൂഗിൾ ഫോം അതുവഴിയും എക്സാം നടത്തുന്നതായിരിക്കും. അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൻസർ എന്തായാലും. കാരണം ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ ടൈമിൽ തന്നെ, എനിക്ക് തോന്നുന്നു ഇന്ന് മാത്രമാണ് എന്തോ 12:30 തരുമെന്ന് പറഞ്ഞ ഒരു 1 hour ജസ്റ്റ് ഒന്ന് മാറിപ്പോയത്. എന്തായാലും എക്സാം നടത്തുന്നത് ഗൂഗിൾ ഫോം വഴി തന്നെയായിരിക്കും. നിങ്ങൾ അതിൽ പേടിക്കൊന്നും വേണ്ട. ക്ലാസ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ് ആണ്. നമ്മളതിൽ ഒരു ബാച്ച് ഇപ്പം ചെറുതായിട്ടൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു കാരണം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ബേസിലാണ്. കാരണം ഇപ്പോൾ ഒരു ജയിച്ച ടീംസ് നമുക്കിപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പൊ അടുത്ത് ക്ലാസ് ഇപ്പം ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെയാണ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇതിനു വേണ്ടി ഇനി ഒരു ദിവസമൊന്നുമില്ല. കാരണം നമ്മൾ വർക്കൗട്ട് നമ്മൾ നേരത്തെ തുടങ്ങി ഇതിനുള്ള വർക്കിംഗ്. കാരണം നമ്മൾ ഓരോ ദിവസം കെ പാർക്കിന്റെ ആ ഒരു ലെവല് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്. പറഞ്ഞോളൂ, മൈക്ക് ഓൺ ആക്കി എല്ലാവരും. ഞാൻ കണ്ണൂരിന്നാണേ. കെ പാർക്ക് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അത് നമുക്ക് ഡെയിലി 10 ക്വസ്റ്റ്യൻസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡെയിലി നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും? രാവിലെ രാത്രിയായിട്ട് 10 ആണോ അതോ 20 ക്വസ്റ്റ്യൻസ് ആണോ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത്രയും ദിവസം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തന്നോണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഒരു 10, ഈവനിങ് ഒരു 10, അങ്ങനെയാണ് തന്നോണ്ടിരുന്നത്. അപ്പം ഇപ്പം കെ പാർക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് മൊത്തത്തില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കെ പാർക്കിൽ ഈ ചവർ പോലെ നോട്ട്സ് കിടക്കുന്നതൊന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. അതിനകത്ത് നിന്ന് വരുന്ന പോയിന്റ്സ് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പം ഫാദർ ഓഫ് ഇന്ത്യൻ സർജറിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അതിന്റെ ഇടയിൽ ഒരു ഇതുണ്ടെങ്കിൽ അതിന്റെ മാത്രമായിട്ടുള്ള ആൻസർ ലെവലിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു ദിവസം 20 ക്വസ്റ്റ്യൻസ് തരാമെന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ എന്തായാലും എക്സാമിന് എനിക്ക് തോന്നുന്നു ഒരു 4 months കൂടുതൽ എന്തായാലും ഉണ്ട് എക്സാമിന്. അപ്പം ഞങ്ങൾ ഇപ്പോഴും ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കൂല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങൾക്ക് 20 ആണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ ആണ്. 10 ക്വസ്റ്റ്യൻസ് തരുന്നതെന്ന് പറയുമ്പോൾ ഒരു വീക്കിലി ഒരു 50 ക്വസ്റ്റ്യൻ്റെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് അത് തലയിൽ കയറും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം 50 ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കി പോകുമ്പോൾ അത് നമുക്ക്, കാരണം കൂടുതൽ നിങ്ങളെ കൊണ്ട് സ്ട്രെസ് ഇപ്പോഴേ എടുപ്പിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് കൂടി വരും. ഇതിന്റെ നോട്ട്സ് ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആണോ അതല്ലേ ഇതിന്റെ നോട്ട്സ് പോയിന്റ് ആയിട്ടാണോ PDF പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ്? ഇപ്പൊ PDF വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിന്റെയും PDF പ്രൊവൈഡ് ചെയ്യുന്നു എന്നല്ല പറയുന്നത്. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇപ്പം ഇമ്മ്യൂണൈസേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസീസ്, ഇപ്പം അതിന്റെ ഡിസീസ് കണ്ടീഷൻ ഉണ്ടല്ലോ. ഇപ്പൊ അറ്റ് BCG, അപ്പം BCGയുടെ വരുന്ന ഡിസീസ് എന്താണ്, അപ്പൊ ആ ഒരു ലെവൽ PDF-ന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഒക്കുപേഷണൽ ഹസാർഡ്സ്, അപ്പൊ അതിന്റെ ഓരോ PDF എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ വൈസ് PDF-കളുണ്ട്. അത് എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ അഡ്മിൻസ് ആരൊക്കെയാണ്? സാറാണോ അഡ്മിൻ ആയിട്ട് വരുന്നത്? 2-3 പേര് കണ്ടു. അവരെ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നതാണോ? ഇപ്പം ഞാൻ ഇപ്പം സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ JH കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എക്സാം എഴുതി കയറിയ ഒരാളാണ്. ഓക്കെ. കറക്റ്റ് ഞങ്ങൾ പറഞ്ഞ ടൈമിനനുസരിച്ച് നമ്മൾ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ, ഞങ്ങൾ ഈ ഹെൽത്ത് സർവീസിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു ഇതനുസരിച്ച് എങ്ങനെ പോയാലും ഒരു 3 months കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഓർ മെയ് ആ ഒരു ലെവലിൽ എന്തായാലും എക്സാം കാണുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രീവിയസ് ഒരു ഹെൽത്ത് സർവീസിന്റെ ഒരു എക്സാം നടന്നിരുന്നു. JH ബേസ് അല്ല, വേറൊരു ഹെൽത്തിന്റെ. പക്ഷെ അത് നടന്നതെന്ന് പറയുമ്പം 1 മാസത്തിൽ തന്നെ ഇങ്ങനെ കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് വന്നു. ടക്കിന് 1 മാസം കഴിഞ്ഞ ഉടനെ എക്സാമും വന്നു. അതുകൊണ്ട് നമുക്ക് അതിലിപ്പോൾ ഒരു ഇത് പറയാൻ പറ്റില്ല. നമ്മളിപ്പം കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 months എന്തായാലും കാണുമെന്നാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു എക്സാം അവരോട് സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഈ നോട്ട്സ് പഠിക്കുന്നതിനെക്കാളും നോട്ട്സ് പഠിക്കുന്നത് തെറ്റ് അങ്ങനെ കൊള്ളില്ല എന്നൊന്നുമല്ല പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ സിമ്പിൾ ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇതിലനുസരിച്ച് പറയുന്നത്. അപ്പൊ എക്സാം ഡേറ്റ് ഇപ്പം നമുക്ക് തന്നെ ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മൾക്കിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ നോട്ട്സ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് നോട്ടായിട്ട് നമുക്ക് റിപ്ലൈ തരുമോ? വോയിസ് നോട്ട്സ് ആയിട്ട് റിപ്ലൈ തരും. അതിന്റെ ടോപ്പിക്സ് നമ്മൾ ആ ടെസ്റ്റിൽ എവിടെയാണുള്ളത് അതും നിങ്ങൾക്ക് റിപ്ലൈ തരും.
ഡെയിലി പഠിക്കാൻ ടോപ്പിക് ഇടൂ. ഡെയിലി ഇപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ ഇത്രയും ദിവസം ഇട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടെന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ്റെ തന്നെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നു. അപ്പം ഡെയിലി ആ ഒരു ടോപ്പിക്കിന് ഇപ്പം ഇന്ന് പറയുന്നത് മീസൽസ് ആണ്. അപ്പം മീസൽസിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. കാരണം ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക് ബേസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂട്രീഷൻ ഒരു 2 ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, പബ്ലിക് ഹെൽത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മിക്സ് ആയി പോകും. കാരണം ഏത് ഇതാണ് നിങ്ങളെല്ലാം മൊത്തത്തിൽ അങ്ങ് വായിച്ച് പോകുന്ന ഒരു ഇതായി പോകും. അപ്പൊ ഒരു ടോപ്പിക് ബേസ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും കൂടുതൽ. നമ്മുടെ MCSന്റെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ വല്ലതും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക്? MCSന്റെ കറക്റ്റ് ആയിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു ഇത് കിട്ടിയില്ല. ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു കറക്റ്റ് നോട്ടിഫിക്കേഷന്റെ ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇതിന്റെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കാണുന്നു പറഞ്ഞു. ഇതുവരെ ഡിസംബർ കലണ്ടറിൽ ഇല്ല. അതിന് ജാനുവരിയിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇനിയിപ്പോ PSCയുടെ ഒരു കലണ്ടർ ജനുവരിയിൽ വരുന്നുണ്ട്. ആ ഒരു ഇതിലുണ്ടെങ്കിൽ നമുക്കും അതിന്റെ ഒരു കൺഫർമേഷൻ ഒന്നും ഇതുവരെയായിട്ടും കിട്ടിയില്ല. ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അരുണ് ആ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുള്ള അരുണ് ഗ്രൂപ്പിനകത്ത് ഡീറ്റെയിൽസ് പറയും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്നതിൽ ഒരു നഷ്ടം വരുമെന്നുള്ള ഇതേ നിങ്ങൾ വേണ്ട. കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് യൂസ് ഉണ്ടാവും എന്നുള്ള, അല്ലെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്ക് നിങ്ങൾ ഇതേപോലെ ഒരു വാറന്റി സെക്ഷനോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ ഇത് എന്തുവാണോ വയ്ക്കാം. അതിൽ നിങ്ങൾക്ക് പറയാം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയെന്നുള്ളത്. ഞാൻ മാത്രമായിരിക്കില്ല ഇത് എക്സാം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം ഞാൻ ഇപ്പം വർക്കിംഗ് ആണ്. അപ്പൊ എനിക്ക് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒരുപാട് ഇതെല്ലാം എനിക്കും ഉണ്ട്. ഞാൻ ഇതിൽ വേറെ ആൾക്കാരും ഉണ്ട്. കാരണം ഇപ്പൊ ഹെൽത്ത് സർവീസസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ ആ ഗ്രൂപ്പിനകത്തുണ്ട്. പിന്നെ അവരെ അഡ്മിൻ ആക്കി ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ മെസ്സേജസ് ഒരുപാട് പോകുന്നതുകൊണ്ട് മാത്രമാണ് അവരെ അഡ്മിൻ ആക്കി ഇടാത്തത്. അപ്പൊ അവരെയും ഇതിൽ റിലേറ്റ് ചെയ്ത് തന്നെയാണ് ആ ഗ്രൂപ്പിനകത്ത് അവരെ കൂടി ജോയിൻ ചെയ്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മാത്രമായിട്ടല്ല ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം എല്ലാവരും ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു ആഘോഷവും ഇതൊക്കെ ആയിരിക്കും. ഈ ഒരു ദിവസം വച്ചതേ കാരണം ഞങ്ങൾക്കറിയാം വലിയ ആൾക്കാർ കയറില്ല എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാര്യം പിന്നെ ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴേ ഒരു 50 അല്ലെങ്കിൽ 100 പ്രതീക്ഷ ഞങ്ങൾക്ക് ഒരു 900. കാരണം ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലെയാണ് ഗ്രൂപ്പ് കയറിയത്. അപ്പൊ ആ ഗ്രൂപ്പ് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ മറ്റേ റിമൂവ് ചെയ്ത് കളയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ഗ്രൂപ്പ് ഒരിക്കൽ കാണും അവിടെ അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാം, വേറെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കാണും. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത ഒരുപാട് പേര് അതിനകത്ത് ഷെയർ ചെയ്യും. അപ്പൊ അതിൽ 900 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 900 മെമ്പേഴ്സിൽ നിന്നും കിട്ടുന്ന PDF ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഈ ഇതിനകത്ത് ഇടുന്ന ക്വസ്റ്റ്യൻസ് ഈ ടെലഗ്രാമിനകത്ത് തന്നെ ഇപ്പൊ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടിടുന്ന ആൾക്കാർ വരെ ഉണ്ട്. അത് ഇതിനകത്തുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഇത് നിങ്ങളെ ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസിന്റെ എന്റെ പേരോടെ സ്ക്രീൻഷോട്ട് താഴെ വന്നിട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ. അപ്പൊ ഇതിന്റെ ഇതായിട്ട് നിങ്ങൾക്ക് വേറെ പേഴ്സണൽ മെസ്സേജ് ഒരുപാട് പേർക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു ഈ ടെലിഗ്രാമിന്റെ ഒക്കെ. അപ്പൊ അത് ഞങ്ങളുമായിട്ടില്ല. കാരണം ഞങ്ങൾ ഇപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഗ്രൂപ്പ് എന്നെ കോൺടാക്ട് ചെയ്ത ആ ഗ്രൂപ്പിനകത്ത് ഇപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഇടും. അയാൾക്ക് ഡീറ്റെയിൽസ് ബാക്കി കൊടുത്താൽ മതി. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതായിരുന്നേ, വോട്ടിംഗ് കാണിക്കാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് ശരിയന്നെ, നമ്മള് അതിന്റെ മെജോറിറ്റി നോക്കിയിട്ടൊന്നും അല്ല ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് ശരിയന്നെ. പക്ഷെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, ഞാനിപ്പോ എന്റെ ഫ്രീ ടൈം നോക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്തത് ശരിയായിട്ടുള്ള ആൻസറിനായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അതാണ് നോക്കുക. മറ്റുള്ള ഓപ്ഷൻസ് നോക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിലായി. ആ ഒരു വോട്ടിംഗ് ഹൈഡ് ചെയ്ത് ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഡീപ്പായി വായിക്കാനും ആൻസർ എന്താണ് കൊടുത്തേക്കുന്നതെന്ന് ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അത് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള ഗൂഗിൾ ഫോംസ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ. കാരണം ഗൂഗിൾ ഫോംസിൽ നിങ്ങൾക്ക് കയറുമ്പോൾ, കാരണം നിങ്ങൾ ചെയ്യുന്ന ആൻസർ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അത് കാണാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാണിക്കാൻ പക്ഷെ പറ്റുന്ന നമുക്ക് ആ അങ്ങനെയല്ല, കാരണം സമയത്ത് എനിക്കത് മനസ്സിലാവും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇടയ്ക്ക് ഒരു ഞാൻ ഒരു ക്വസ്റ്റ്യൻ വോട്ടിംഗ് ഇട്ടിരുന്നപ്പം ഇപ്പൊ അതിന്റെ ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ വോട്ടിംഗ് കാണിക്കുന്നു. ഒരു 90% പേര് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കും അത് തന്നെയാണ് ആൻസർ എന്ന് കേൾക്കും. അപ്പൊ ഞാൻ മറ്റൊരു ഓപ്ഷൻസ് ഞാൻ ക്വസ്റ്റ്യൻസ് ഡീപ്പായി വായിക്കാനോ മറ്റൊരു ഓപ്ഷൻസ് ഒരു നോക്കാനോ ഒരു ടെൻഡൻസി വരുന്നില്ല. കാരണം നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് അത്രയല്ലേ സമയം കിട്ടുന്നുള്ളൂ മനസ്സിലാവും. ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓക്കെ. നമുക്കൊരു 2-3 തവണ വായിക്കുന്നതിന് പകരം ഒറ്റ തവണ വായിച്ചിട്ട് ഞങ്ങൾ ആൻസർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിൽ അത്രേ കിടക്കുന്നുള്ളൂ ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അതുകൊണ്ടാണ് ഞാൻ വോട്ടിംഗ് ഹൈഡ് ആക്കാൻ പറ്റുമോ ഓക്കെ. എന്നുള്ള ഒരു ഓപ്ഷൻസ് ഗ്രൂപ്പിൽ ഇപ്പം ചോദിച്ചത്. വാട്സപ്പില് അങ്ങനെ ഒരു പരിപാടി വോട്ടിംഗ് ഹൈഡ് ആക്കാൻ എന്നുള്ളൊരു ഇതില്ല. അങ്ങനെയാണെങ്കിൽ ടെലഗ്രാമിൽ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ടെലഗ്രാമിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന, കാരണം അതിന് മുന്നേ അറിയാൻ പറ്റില്ല നിങ്ങൾ കൊടുക്കുന്ന ആൻസർ ഏതോ അതാണോ ശരി അതാണോ തെറ്റെന്നുള്ളത് അതിൽ പിന്നെ കാണിക്കുള്ളൂ. പിന്നെ അത് അടുത്തിപ്പം ഞാൻ വേറൊരാൾ വന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആൻസറും കാണില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ് വഴി അത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കാണിക്കാത്ത രീതിയിൽ എങ്ങനെയാലും അത് ഓക്കെ, കാണിച്ചാൽ അത് മതി. ഓക്കെ. കാരണം അതെന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് മറ്റുള്ളവരുടെ അറിയില്ല, എനിക്ക് ഇല്ല അത് അങ്ങനെയാണ്. കാരണം അത് എനിക്കും തോന്നി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ടപ്പം അതിന് തെറ്റുത്തരം ഒരു 50 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറും 6 പേരെ ആ ഒരു ശരി ഉത്തരം കൊടുത്തുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും തെറ്റുത്തരം ഒരു 10 പേര് കൊടുക്കുമ്പോൾ നമുക്ക് ടെൻഡൻസി കൂടും അതായിരിക്കും എന്നുള്ളത്. അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നു. അത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് വായിക്കാനുള്ള ആ ഒരു അങ്ങ് പോകുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, അത് മനസ്സിലാവും. ഓക്കെ, അത് വലിയൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം നിങ്ങളിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് സംസാരിച്ചാൽ മാത്രമേ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ടെലഗ്രാം മോഡലായിരിക്കും ബെറ്റർ. ഓക്കെ, ടെലഗ്രാം തന്നെ എന്നാ സ്റ്റാർട്ട് ചെയ്യാം അതിൽ തന്നെ. കാരണം വേറെ എന്തായാലും ഫോണിൽ ഒരുപാട് ആപ്പ് ഉള്ളവരല്ലേ. ഈ ജോയിൻ ചെയ്യുന്നൊരു ഒരു ടെലഗ്രാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് അതിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും ടൈം കൂടി പോകുന്നില്ല. നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ പേഴ്സണലായിട്ട് തന്നെ പറയാം, അല്ലെങ്കിൽ അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് അതിലപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തായാലും ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 7:30 കാരണം നമ്മൾ ഒരു 15 മിനിറ്റാണ് ഇത് പ്ലാൻ ചെയ്തത്. പേയ്മെന്റ് ഡീറ്റെയിൽ എല്ലാം ഇപ്പം ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൽ ബാക്കി മെസ്സേജസ് നോക്കിയാൽ മതി. ആ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ ആരും ലെഫ്റ്റ് ആയി ഒന്നും പോകണ്ട. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നെയായിരിക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത്. ഇപ്പം ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസോ അതൊന്നും വരാതിരിക്കില്ല. അതിൽ വരുന്നത് മറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞങ്ങൾ ഇപ്പം വെറുതെ നിങ്ങൾക്ക് ഒരു PSC എന്ന് പറഞ്ഞൊരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി അതിൽ തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ 900 പേര് കോമ്പറ്റീഷൻ ലെവലായിട്ട് പഠിക്കും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാവും. കാരണം ഞാൻ ഇപ്പോൾ ഒരു 900 ഒരാളാണെങ്കിൽ അതിൽ 500 ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചു പോവുകയാണെങ്കിൽ എന്നെ പോലെ വേറൊരാൾ 500 ക്വസ്റ്റ്യൻ പോകാൻ അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടെയാണ്. അപ്പൊ അതിന് വേണ്ടിയാണ് പേഴ്സണൽ ഒരു ഗ്രൂപ്പ്. കാരണം നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആ ഗ്രൂപ്പിനകത്ത് ബാക്കി ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ലെഫ്റ്റ് ആവും, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ഫോർ ആൾ. ഹാപ്പി ക്രിസ്മസ്.